എനിക്ക് പേടിയാ. ഒരു മിനിറ്റ് കൊട പിടിച്ചാരേലും. ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ്. അപ്പം രേണുസുതി ഫാൻസ് എല്ലാം ഓടി വന്നോളൂ. അപ്പൊ നമുക്ക് ഇന്ന് എന്നാ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിഷപ്പും രേണുസുതിയുമായിട്ട് ഒരു കേസ്, അതായത് ഒരു വക്കീൽ നോട്ടീസ് ബിഷപ്പ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് രേണുസുതി. അതായത് ഒരു സുപ്രീം കോടതി വക്കീലിനെ കൊണ്ട് അതിനൊരു റിപ്ലൈ നോട്ടീസ് ബിഷപ്പിന്റെ വക്കീലിനെ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ രേണുസുതിയുടെ ഇപ്പോഴത്തെ അല്ല എപ്പോഴത്തെയും പോക്കും കാര്യങ്ങളും, പിന്നെ രേണുസുതിയുടെ കുറെ അഭിപ്രായങ്ങളും ചോദ്യങ്ങൾക്ക് ഉത്തരവും എല്ലാം കൂടെ പുള്ളിക്കാരി തരുന്നുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് പുള്ളിക്കാരോട് തിരിച്ചും ചോദിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങി അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം കൂടെ പറയാനുള്ള വീഡിയോ ആണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പ് എല്ലാം ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അതൊരു വലിയ ഇമ്പോർട്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ഉണ്ട്. എന്നാൽ അത്ര വലുതാണോ, ഇതൊക്കെ കാര്യമാക്കേണ്ടതുണ്ടോ, നമ്മൾ ഇതിന്റെ പുറകിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുമില്ല. പക്ഷെ എന്തെങ്കിലും ഈ വീഡിയോ കാണുക കേട്ടോ. എനിക്ക് പേടിയാ. ഒരു മിനിറ്റ് കൊട പിടിച്ചാരേലും. ഒരു വലി ഞാൻ ഈ വീഡിയോ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതിയുടെ ഇളക്കത്തെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കോട്ടയം ഭാഷയിൽ ഇതിനെ ഇളക്കം കൂടിയ പെണ്ണ് എന്ന് പറയും, അല്ലെങ്കിൽ ഇച്ചിരി നെകളത്തരം കൂടിയവൾ എന്ന് പറയും. എനിക്ക് പേഴ്സണലി രേണുസുതിയുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇതുപോലെ നെകളത്തരം കൂടി അല്ലെങ്കിൽ ഇളക്കം പിടിച്ച ഒരു പെണ്ണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവരുടെ കാര്യം തന്നെയാണ്, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെയാണ് ഇപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. ഇതിന്റെയൊക്കെ ഇത്രയും വലിയ ഓവർ ഷോ കാണിക്കാനുള്ള കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ആ കയ്യാല ചാടി ഇറങ്ങാനും കയ്യാല കയറാനും പിന്നെ അങ്ങേരുടെ ഒപ്പം കിടന്ന് മറിഞ്ഞ് കൂത്താടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പക്ഷേ ഇത് ഇയാൾക്കൊരു കുടുംബവും ഫാമിലി ഉണ്ടെങ്കിൽ, ഇയാളൊരു വിവാഹിതനാണെങ്കിൽ, ആ വിവാഹബന്ധം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുമ്പോഴത്തേക്ക് അവരുടെ പെണ്ണുമ്പിള്ളേക്ക് ഒട്ടും സൂഹിക്കത്തില്ല, ഒരു പെണ്ണിനും സൂഹിക്കത്തില്ല. അവരുടെ പ്രൊഫഷണൽ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കെട്ടിപ്പിടിക്കോ എടുക്കുകയോ ഒന്നും അതൊക്കെ വേറെ. ഇതല്ല. ഇതെന്ന് പറഞ്ഞത് ഇളക്കമാണ്. ഇളക്കം മൂത്തിട്ട് കാണിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ പണ്ട് ഒരു സിനിമ കേട്ടിട്ടില്ല, ഈ ഇളക്കമുള്ളതിനെ വളക്കാൻ എളുപ്പമാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് ഈ രേണുസുതിയുടെ ക്യാരക്ടറും പണ്ട് മുതലേക്കുള്ള ക്യാരക്ടറും ഇപ്പോഴത്തെ ഈ രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നല്ല ഇളക്കമുള്ള ഒരു ടൈപ്പ് തന്നെയാണ് എന്ന് നമുക്ക് തോന്നും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും അത് തോന്നുക തന്നെ ചെയ്യും. എന്താ കുറച്ചെങ്കിലും ഒക്കെ ഒരു ഉളുപ്പും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പം ഇങ്ങനെ ഇദ്ദേഹം ഒരു വിവാഹിതനാണെങ്കിൽ ഇയാളുടെ വീട്ടിൽ അത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുകയുള്ളൂ. പിന്നെ അദ്ദേഹം അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ അദ്ദേഹം അതിനേക്കാളും വലിയൊരു നുണ പറഞ്ഞു മാത്രമേ അവരുടെ വീട്ടിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതിവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചെങ്കിൽ, രേണുസുതിയുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു പെണ്ണാണ് എന്ന് വെച്ചാൽ ഇയാൾക്കൊരു കുടുംബം ഉണ്ടെന്നോ കുട്ടികളുണ്ടെന്നോ അവരുടെ വീട്ടിൽ എന്ത് വിചാരിക്കുമെന്നോ ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് ഇതും കാണിച്ചു കൊടുത്തിട്ട് കുറച്ച് റീച്ചും കാര്യങ്ങളും ഒക്കെ വേണം, ഇതിന്റെ പുറകിൽ ഒരു കോൺട്രവേഴ്സി ആക്കണം എന്നുള്ള ഒറ്റ ഒരു നിഗൂഢമായ ലക്ഷ്യത്തോടെ നടക്കുന്ന ഒരു അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെണ്ണ്, ഒരു പെണ്ണിന്റെ ഗുണം ഒന്ന് പറയാനായിട്ട് ഒരു കാര്യങ്ങളും അവൾ അർഹിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബിഷപ്പിന്റെ കാര്യമാണ് നമ്മൾ ഇതിനോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം എന്താ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ മറുപടി നോട്ടീസ് അയച്ചിട്ടുണ്ട് രേണുസുതിയുടെ ഭാഗത്തുനിന്ന്. അപ്പം ഷബീന ബീബിക്ക് നമ്മുടെ ബിഷപ്പ് ഒരു വോയിസ് കൊടുക്കുന്നുണ്ട്. ആ വോയിസും കൂടെ കേൾക്കണം. ഞാൻ ഇത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത് ഇതുപോലെ തന്നെയാണ് ഇവരെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇവർക്ക് നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ ഇരയാക്കുന്നു. ഞാൻ ഈ മുമ്പ് കാണിച്ചൊരു വീഡിയോ അതിനൊരു ചെറിയൊരു സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ അവള് എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ ക്യാമറ കണ്ട് വെച്ച് നോക്കുന്നൊന്നുമല്ല. അപ്പൊ നമുക്ക് അവരുടെ ഏകദേശം ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞ് ധരിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ആ വീഡിയോ അല്ല ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേൾക്കാം. മാഡം നമസ്കാരം. ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറയുന്നു. മാഡം, നമ്മളെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷണറി ശുശ്രൂഷകൾക്കും വരുത്തി വെച്ചതായിട്ടുള്ള പ്രയാസങ്ങൾ, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകൾ എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് സഹികെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധിയുടെ സഹധർമ്മിണി രേണു സുധി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയ ശേഷം അവർ എൻ്റെ അഡ്വക്കേറ്റിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി. അത് ഇന്ന് എൻ്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി. അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവർ അഡ്വക്കേറ്റ് ഞങ്ങൾക്കൊരു മറുപടി തന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ് ഞാൻ
ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എന്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. എന്നെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ച് ഞാൻ, കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണു സുധി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ചാനലിലെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത്. ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം അദ്ദേഹം വളരെ സങ്കടത്തിലാണ്. ഈ പുള്ളിക്കാരിക്ക് ഇതൊന്നും വലിയ കാര്യമല്ല, പറഞ്ഞു കേട്ടില്ലേ, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു മറുപടി നോട്ടീസ് അയച്ചിരിക്കുന്നു. പുള്ളിക്കാരിക്ക് ഉളുപ്പും ഒരു ബുദ്ധിയും ഇല്ല നടക്കുന്ന അവർക്ക് വളരെ നിസ്സാരമായിരിക്കും. പക്ഷെ മാനാഭിമാനമുള്ളവർക്ക് അത് അത്ര നിസ്സാര കാര്യമല്ല. ഇവർക്ക് എന്ത് കാണിച്ചാലും എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവർക്ക് റീച്ച് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. പക്ഷെ അതുപോലെയാണ് എല്ലാവരും എന്ന് ധരിക്കരുത്. അപ്പം ബിഷപ്പിന്റെ ആ വിഷമമാണ് കേട്ടത്. ഇത് ഈ ബിഷപ്പിനോട് പറഞ്ഞൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ. അവൾ അങ്ങ് അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്യാമറ വരുമ്പോ മാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മ? ഞാൻ ഈ സൈഡിൽ കൊടുക്കും. ഇവളെന്ന് പറഞ്ഞാൽ ക്യാമറ എപ്പോ ഉണ്ട് അപ്പൊ മാത്രം മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അമ്മ? ആ കൊച്ചിനെ എന്തോ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി കുറച്ചുനാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവള് തന്നെ ഈ കൊച്ചിന് ഇവക്കൊരു ഭാരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവക്ക് തോന്നും. ഇപ്പൊ തന്നെ ആ കൊച്ചിനെ അവൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പൊ അവരുടെ ഒരു ക്വാളിറ്റി, ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അവൾ എന്താണ്ടോ 18 വയസ്സ് ചെറുപ്പം അല്ലെങ്കിൽ 15 വയസ്സുള്ള കൊച്ചു പിള്ളേർ +2 കളിച്ച് ചിരിച്ച് പ്രേമിച്ച് നടക്കുന്ന പിള്ളേരില്ലേ, അതേപോലെ സെറ്റപ്പാണ് ഇപ്പം രേണു നടക്കുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ ഒരു അമ്മയെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ? ഇവരെ അങ്ങനെ ഒന്നും ഒരു ലെവലിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവരെന്താണ് ഒരു വിധവയെന്ന് പറയാൻ പറ്റുമോ? അതും കൂട്ടത്തില്ല. ഇതെന്തോ ഒരു നമുക്കൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു ഐറ്റം പുള്ളിക്കാരി അങ്ങ് പാറി പറന്ന് കിടക്കുകയാണ്. ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ അങ്ങ് അപ്സരസാണ്, 18 വയസ്സിലോട്ട് പൂമുട്ടായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്, അത് മറ്റേത് മറിച്ച്. ഇവർക്ക് ഇവളെ കുറിച്ച് തന്നെ ഒരു ബിൽഡിംഗ് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് ഇന്റർവ്യൂസ് അല്ല, ഇപ്പം ഇന്റർവ്യൂസ് കൊടുക്കുന്നില്ലല്ലോ, അതിന് പകരമായിട്ട് കുറെ ചാനലുകാരെ വിളിച്ച് കൂടെ കൊണ്ട് നടക്കുമല്ലേ. അപ്പൊ ഇങ്ങനെ ഈ ചാനലുകാരുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇനാഗ്രേഷനും കിട്ടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനാഗ്രേഷൻ കിട്ടുമ്പോഴേക്ക് ആ ഉടമകൾക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ കൂടെ കിട്ടുകയാണ്. 10 അല്ലാതെ കൂടുതൽ ഓൺലൈൻ ചാനലുകളാണ് ഓരോ ഇനാഗ്രേഷനും വരുമ്പോഴും ഇവിടെ പുറകിൽ ബൈറ്റ്സ് എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ തന്നെ ഇവിടെ ഏത് കടയിലാണോ ചെല്ലുന്നത് ആ കടയ്ക്കും കൂടെ ഒരു ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷനും അത് കുറച്ചും കൂടെ അഡ്വർടൈസ്മെന്റും അത് കുറച്ചും കൂടെ പബ്ലിക്കിലോട്ട് എത്തുകയാണ്. ആ ഒരു സ്ട്രാറ്റജി കണ്ടിട്ടാണ് തീർച്ചയായിട്ടും ഇവിടെ ഇനാഗ്രേഷന് വിളിക്കുന്നത്. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കത് കണ്ടു നോക്കാം. സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ നമ്മളെ വളർച്ച. സോഷ്യൽ മീഡിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ വളർത്തുന്നതും തളർത്തുന്നതും അവർ തന്നെയാണ്. പക്ഷെ അത് ഓരോരുത്തരുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ തളരാതെ ഞാൻ നോക്കിയാൽ ഞാൻ ഇങ്ങനെ നിന്ന്. എന്നോട് ഒരുപാട് പേര് കടം ചോദിക്കുന്നത്. സത്യം ഞാൻ സെറ്റിൽ ആകുന്നതേ ഉള്ളൂ. ദയവ് ചെയ്ത് എനിക്ക് ഒരുപാട് കാശൊന്നും ആയിട്ടില്ല. ഞാൻ ഈ കിടന്ന് ജാട എടുത്ത് വിളിച്ചു പറയുന്നതൊന്നും അല്ല. കുറച്ച് കാശൊക്കെ ഉള്ളൂ. എനിക്ക് കടം കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. എന്നാലും അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അപ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ, കൊടുക്കാറില്ല, അങ്ങനെ കൊടുക്കും. പക്ഷേ കടം ചോദിക്കുന്നതിനെ കുറിച്ചൊക്കെ അവളോട് ഒരുപാട് ആൾക്കാർ കടം ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു. ചിലപ്പം കടം ചോദിക്കുന്നതല്ലായിരിക്കും, ഇവർക്ക് നേരത്തെ കടം കൊടുത്തവർ അത് തിരിച്ചു തരാൻ പറയുന്നതായിരിക്കും. അതിനായിരിക്കും ഇപ്പൊ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് പൊങ്ങച്ചത്തിന്റെ രീതിയിൽ സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതിന്റെ നികസ്ഥിതി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ കണ്ടാണ് കഴിഞ്ഞ വർഷം രേണുവിന്റെ അവസ്ഥ. എന്നിട്ട് അതെല്ലാം മറന്നുകൊണ്ട് എങ്ങനെ രേണുവിന് ഇങ്ങനെ വന്നിട്ട് ഇത്രയും അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. നന്നായിട്ട് ഞെട്ടും. കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ്. സോ അതിനുശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്. അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. വലിയൊരു അപ്സരസ് ആണ്, ഏതാണ്ടോ ബോളിവുഡ് നടികളെക്കാളും ഏതാണ്ടോ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് രേണു പറഞ്ഞു വെക്കുന്നത്. അത്രയും അധികം റൊമാൻസ് റോളിലാണ് അഭിനയിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് രേണു അങ്ങനെ വലിയൊരു നടിയല്ല. പറയുകയാണെങ്കിൽ സണ്ണി ലിയോണിന്റെ ഒക്കെ അതിന്റെ ഒരു വേറൊരു വേർഷൻ ഇല്ലേ, അതിന്റെ ഒരു വേറെ വേർഷനും എക്സ്പ്രഷനുമാണ് ഈ പുള്ളിക്കാരുടെ റൊമാൻസിലൂടെ വരുന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരിയായിട്ട് ഉപമിച്ചതല്ല കേട്ടോ. ആ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന എക്സ്പ്രഷൻ വേറെ നിങ്ങൾ തെറ്റിരിക്കില്ല. അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ആ ഒരു കാറ്റഗറിയിലോട്ട് കൺവേർട്ട് ആക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള അഭിനയമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇളക്കം കൂടിയ ടൈപ്പ്, അത് നിങ്ങൾ ഇതുമായിട്ടൊക്കെ എങ്ങനെയൊക്കെയോ മാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു ഇളക്കം
കൂടിയത് ഇളക്കം പിടിച്ച ഒരു പെൺകൊച്ച്, അത്ര മാത്രം എനിക്ക് രേണുവിന്റെ അഭിനയത്തെ കുറിച്ച് തോന്നിയിട്ടുള്ളൂ. അല്ലാത്ത അതിനകത്തൊരു വലിയ രീതിയിലുള്ള ഒരു അഭിനയമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ അഭിനയം എന്നൊക്കെ എന്ത് പറയുന്നു, അങ്ങനെയൊന്നും നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കാറ്റഗറിയിലോട്ട് പെടുത്തുവാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻ ആ ഒരു എക്സ്പ്രഷനൊക്കെ രേണുവിന് ഗംഭീരമായിട്ട് രേണു ചെയ്യുന്നുണ്ട്. പിന്നെ റൊമാൻറ്റിക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സഞ്ജു ലക്ഷ്മി ഒക്കെ പറയുന്ന അതുപോലെയുള്ള ചെറിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇല്ലേ, അവർക്ക് ചെയ്യുന്നതാണ് റിയൽ ആയിട്ട് സാധാരണ ആൾക്കാരാണ് അവരൊക്കെ ചെയ്യുന്നതാണ് ഒരു അഭിനയം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിഡൂസ് മീഡിയ അവരൊക്കെ ചെയ്യുന്ന അഭിനയം നമ്മൾ കണ്ടിട്ടില്ലേ. ഇതെന്തുവാണ്, എനിക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും വലിയ ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും രണ്ടാം വിവാഹമല്ലേ? 2 3 ആവട്ടെ, എല്ലാം വിവാഹമല്ലേ അല്ലേ? 10 കല്യാണം കഴിച്ചവരാണ് എന്നെ ഈ 2 3 പറയുന്നത്. അപ്പം പിന്നെ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കുക, സമ്മതിച്ചു കൊടുക്കുക. 10 12 കെട്ടിയിട്ട് അടുത്ത പോയി പെണ്ണുമ്പളെ ഇട്ടിട്ട് വേറെ 15ാമത്തെ പോകുന്നതൊക്കെയാണ് എനിക്ക് കമന്റ് ഇടുന്നത്. അല്ലെങ്കിൽ 10 15 കെട്ടിയിട്ട് കെട്ടിയവനെ ഇട്ടിട്ട് വേറെ പോകുന്ന 20ാമത്തെ പോകുന്നവളമാരൊക്കെയാണ് എനിക്കിട്ട് കമന്റ് ഇടുന്നത്. എനിക്ക് ബാധകമല്ല. രേണുവിന്റെ കല്യാണത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി ഇവര് പറയുന്ന ഓരോന്നും ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. ഏതാണ്ട് ഈ കൊള്ളത്തില്ലാത്ത പെണ്ണുങ്ങളില്ലേ, ആ പെണ്ണുങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ഇവര് പറയുന്നത്. അപ്പം എനിക്കൊന്ന് രേണുവിന്റെ എക്സ്പീരിയൻസ് വെച്ചാണ് പറഞ്ഞത്. കാരണം രേണു ആ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ പെട്ട ഒരു പെങ്കൊച്ചാണ്. ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ നമുക്കറിയാം. അപ്പൊ ഇവര് പറയുന്നുണ്ട് കുറച്ച് ഇവർക്ക് മോശമായിട്ട് കുറെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ രേണു അത്ര പുണ്യാളത്തി ഒന്നും അല്ലല്ലോ. രേണുവിന്റെ കയ്യിലിരിപ്പ് എന്താന്ന് രേണുവിന് തന്നെ നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പം എന്തിനാണ് ഇങ്ങനെ രേണു ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ രേണുവിന്റെ മനസ്സിലുള്ള ആ ഉത്തരവും അങ്ങനെ തന്നെയാണ്. അപ്പം എന്തോ ഒരു സംതിങ്. അപ്പം രേണു ഇതിനൊന്നും ഉത്തരം പറയാൻ അർഹതയല്ല. അപ്പൊ ഒരു നല്ലൊരു സ്ത്രീ, അല്ലെ കേരള തനിമയുള്ള നല്ല സ്ത്രീ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ രേണു നല്ല ഇതാണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ലടേ. നിങ്ങൾ തന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ പറ. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഇനിയിപ്പം ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, എന്തിനാണ് വെറുതെ നമ്മളും കൂടെ നെഗറ്റീവ് ആകുന്നതെന്ന് വിചാരിച്ചാണ്. അപ്പം ബിഷപ്പിന്റെ ആ കേസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഈ ചെറിയൊരു വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.